ഹലോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു വാർത്തയായ ഒരു സംഭവമാണ് തെരുവ് നായകളുടെ ശല്യം. അപ്പോൾ ഈ തെരുവ് നായകൾ മൂലം കുറേ കുഞ്ഞുങ്ങൾക്കുണ്ടായ അപകടങ്ങളും അതുപോലെ തന്നെ വയസ്സായവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടായി ഇല്ലേ? വായിക്കാതെയൊക്കെ ചെയ്ത് നമ്മൾ അതിനൊക്കെ പ്രതിഷേധിച്ച ആളുകളാണ്. പക്ഷെ ഇവിടെ ഈ അറബി നാട്ടിൽ, അതായത് ഈ അബുദാബിയിൽ ഞാൻ വന്ന പിന്നെ ഒരു തെരുവ് നായനെ പോലും കണ്ടിട്ടില്ല. ഇവിടെ ആ സംഭവം ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ തെരുവ് നായ ഉള്ളതുപോലെ ഇവിടെയുള്ളത് പൂച്ചകളാണ്. നിറച്ച് പൂച്ചകളാണ്. ഇപ്പം ഞാനിവിടെ താമസിക്കുന്നത് ഏകദേശം ഈ അബുദാബിയുടെ ഹൃദയഭാഗത്താണ്, അതായത് നല്ലൊരു പക്ക ടൗണിലാണ്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റിംഗ് പ്ലേസുകൾ, അതായത് പാർക്കുകൾ, അതുപോലെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, പിന്നെ അതുപോലെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലത്തും നിറച്ച് പൂച്ചകളാണ്. അതിനൊരു കാരണമുണ്ട്. ഇവിടെയുള്ള ആളുകൾ എപ്പോഴും പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അതായത് പൂച്ചകൾക്ക് കിട്ടാവുന്ന ഫുഡ് ഉണ്ടല്ലോ, നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന ആനിമൽസിനുള്ള ഫുഡ്, പൂച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇതിവർ മേടിക്കും. എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ട്രാക്കിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തൊക്കെ പൂച്ചകളുള്ള സ്ഥലങ്ങളിൽ ഇവർ കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ കുറച്ച് അതിൽ ഇങ്ങനെ ആ ഒരു ട്രയലിട്ട് വെച്ച് കൊടുക്കും, കുറച്ച് വെള്ളവും കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂച്ചകൾ അങ്ങനെ നല്ല ഉണ്ടപ്പം പൂച്ചകളാട്ടാം. അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ പാർക്കിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇവർ ഈ പൂച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പിന്നാലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ മുട്ടി ഒഴിഞ്ഞും പിന്നെ അങ്ങനെ നടക്കും. അപ്പോൾ ചിലവർ പൂച്ചയ്ക്കുള്ള ഫുഡ് അല്ലെങ്കിലും വല്ല എന്തെങ്കിലും കുറിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാവുമല്ലോ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ അത് കൊടുക്കും. അപ്പം അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ പൂച്ചകൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടക്കുന്നവരാണ്. പിന്നെ ഒരു എടുത്തു പറയത്തക്ക ഒരു കാര്യം ഇത് തന്നെയല്ലാണ്ട് ഞാനിവിടെ വന്ന കാലം തൊട്ട് കാണുന്നത് 2 സ്ത്രീകൾ. അവർ ഇവിടുത്തെക്കാരാണോന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. അവർ ലാംഗ്വേജ് അവർ അറബിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല ഫുള്ള് വെളുത്ത മുടി, 2 ഉയരം കുറഞ്ഞ 2 സ്ത്രീകൾ. അവർ വേഷം എന്ന് പറയാൻ പ്രത്യേക രസം. എന്നും ഒരു കറുത്ത ടീഷർട്ട് ഇടുക, ഒരു കറുത്ത ടീഷർട്ടും ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള ഒരു പാൻറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു പാൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3/4 ആയിട്ടുള്ള ട്രൗസർ ഇട്ടിട്ട് ഇവർ ഡെയിലി കവറിൽ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരും, പൂച്ചയുടെ ഫുഡ് കൊണ്ടുവരും. കുറച്ച് സ്ഥലങ്ങൾ അവർക്ക് പ്രത്യേകം അവർ എടുത്തു വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ വരും. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ പൂച്ചകൾ കൂടെ വരും. അവിടെ ആ പാത്രത്തിൽ അവിടെ സ്ഥിരമായിട്ടൊരു പാത്രം ഇവർക്ക് വെച്ചിട്ടുണ്ട് പൂച്ചകൾക്ക് വേണ്ടി. അത് ജസ്റ്റ് വെറുതെ ഒരു വാട്ടർ കൊണ്ട് അവരൊന്ന് കഴുകി അതിൽ ഇത്തിരി ഫുഡിടും, അപ്പുറത്ത് ഇത്തിരി വെള്ളം ഒഴിക്കും, അവർ പോകും. അങ്ങനെ അവർ കുറേ സ്ഥലങ്ങളിൽ അവർ സ്ഥിരമായിട്ട് അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് വെച്ചേക്കുന്നതാണോ അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യണതാണോ നമുക്കറിയാൻ പാടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനൊരു ദിവസം പറക്കിയപ്പോഴത്ത് ഇതേപോലെ തന്നെ ഒരു പൂച്ച എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു വീഡിയോ ഇതിനെ കൂടെ ചേർത്ത് നിങ്ങൾ കാണിച്ചു തരാം. ബായ്. അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. അബുദാബിയിലെ ചെറിയ വലിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.